അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വേദനയും ഏറ്റവും കൂടുതൽ സ്നേഹവും ഉള്ള ഒരമ്മയാണ് പരിശുദ്ധ അമ്മയെന്ന് പറയുന്നത്. ആ അമ്മ നമുക്ക് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും 24/7 പരിശുദ്ധ അമ്മ നമ്മോടൊപ്പമാണ്. ഒരു ഹെയിൽ മേരി പോലും എനിക്ക് ചൊല്ലാൻ പറ്റത്തില്ലായിരുന്നു. എൻ്റെ ജീവിതത്തില് എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ച ഒരു പുസ്തകമായിരുന്നു ആ ഒരു പുസ്തകം എന്ന് പറയുന്നത്. അമ്മയുടെ രൂപം കണ്ടത് തന്നെ എൻ്റെ കണ്ണീന്ന് കുടുകുടാന്ന് വെള്ളം വന്നുകൊണ്ടിരുന്നു. നമ്മളൊന്നുമില്ലെങ്കിലും ഈശോനെ സ്നേഹിക്കണം. നമുക്ക് ജോലിയില്ല, സാമ്പത്തിക ബുദ്ധിമുട്ട്, രോഗം. നമ്മുടെ അമ്മ. നമുക്കെല്ലാവർക്കും അമ്മമാരുണ്ടല്ലേ? നമ്മുടെ ജീവിതത്തില് നമുക്ക് ഒരു നല്ലൊരു അസുഖം വരുന്നു. നമുക്ക് അസുഖം വരാൻ നേരത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്നതും ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നതുമായിട്ടുള്ള ഒരു അമ്മ എന്ന് പറയാൻ നമ്മുടെ സ്വന്തം അമ്മയായിരിക്കും. അല്ലേ? എന്തോരം വേദന, എന്തെങ്കിലും സങ്കടമൊക്കെ അമ്മയ്ക്ക് വരുന്ന അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വേദനയും ഏറ്റവും കൂടുതൽ സ്നേഹവും ഉള്ള ഒരമ്മയാണ് പരിശുദ്ധ അമ്മയെന്ന് പറയുന്നത്. ആ അമ്മ നമുക്ക് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും 24/7 പരിശുദ്ധ അമ്മ നമ്മോടൊപ്പമാണ്. അപ്പം ഇന്ന് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് വെച്ചാല് ഇതെല്ലാം നമ്മൾ റൈറ്റ് ട്രാക്കിലാണ് നമ്മളിവിടെ വന്ന് പെട്ടിരിക്കുന്നത്. ഈ നന്മമരം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇതൊരു പ്ലാറ്റ്ഫോം അല്ല. ഇതൊരു പന്തക്കുസ്ത മുറിയ. ആ പന്തക്കുസ്ത മുറിയില് പരിശുദ്ധ അമ്മയുടെ നടുവിലിരുന്ന് ശിഷ്യന്മാരെ പോലെ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാ ചെയ്യുന്നത്. അവിടെ ഈശോയുണ്ട്, ഈശോയുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, നമ്മുടെ പിതാവായ ആബാ പിതാവുണ്ട്. അപ്പം അവരുടെ കൂടെ ഇരുന്ന് ഒന്നിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്നാണ് നമ്മൾ ഈ ഒരു പ്രാർത്ഥന, നമ്മൾ ഈ ഒരു സെഷൻ എന്തേ ഈ ഒരു സെഷനിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊരു പന്തക്കുസ്ത മുറി. ആ പന്തക്കുസ്ത മുറിയിൽ നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് അവിടെ ഉള്ളത് അല്ലേ? പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാണ് പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളില്, നമ്മുടെ ഹൃദയത്തില് എപ്പോഴും പരിശുദ്ധ അമ്മ നമുക്ക് തരുന്ന ഒരു അനുഭവമാണ് ഇതെന്ന് പറയുന്നത്. എനിക്ക് ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയെ പറ്റിയുള്ള ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഭക്തി ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഒരു ഒരു ധ്യാനത്തിലൂടെയാ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ എബൈഡ് റിട്രീറ്റിൽ പോയായിരുന്നു. എബൈഡ് റിട്രീറ്റിൽ പോയപ്പോഴത്തേക്കും അവിടെ ഒരു ദിവസം പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഒരു ദിവസമായിരുന്നു. അപ്പൊ എനിക്ക് ഇതിനു മുമ്പ് പരിശുദ്ധ അമ്മ എന്താണെന്ന് അറിയത്തില്ല. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം എന്താണെന്ന് അറിയത്തില്ല. ഒന്നും തന്നെ അറിയത്തില്ലായിരുന്നു. ജപമാല പോലും ഞാൻ ചൊല്ലത്തില്ലായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ വീട്ടില് ഞാൻ എൻ്റെ അപ്പായോടും അമ്മച്ചി കുടുംബ പ്രാർത്ഥനയില് ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം പകുതിക്ക് വെച്ച് തന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഒരു ഹെയിൽ മേരി പോലും എനിക്ക് ചൊല്ലാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഈ ഒരു ധ്യാനത്തിന് പങ്കെടുത്തു. ആ ഒരു ദിവസം പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഒരു ദിവസമായിരുന്നു. അന്ന് പരിശുദ്ധ അമ്മ ഫാത്തിമ മാതാവിന്റെ ഒരു രൂപം നടുവിലൂടെ ഞങ്ങളെ എഴുന്നള്ളിച്ചുകൊണ്ട് വരാൻ നേരത്ത് എനിക്ക് എന്താണെന്നറിയാത്ത അമ്മയുടെ രൂപം കണ്ടത് തന്നെ എൻ്റെ കണ്ണീന്ന് കുടുകുടാന്ന് വെള്ളം വന്നുകൊണ്ടിരുന്നു. എൻ്റെ നെഞ്ചില് ഭയങ്കര ഒരു ചൂടും ഇടിയും. ആരോ എൻ്റെ നെഞ്ചില് ഇനി ഇടിക്കുന്ന കണക്കത്തൊരു അനുഭവമായിരുന്നു. അന്ന് ഞാൻ മനസ്സുരുകി നന്നായിട്ട് പ്രാർത്ഥിച്ചു. അമ്മേനെ അനുഭവിക്കാൻ പറ്റണേ. എനിക്ക് ഈശോനെ കാണണേ എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയായിരുന്നു ഞാൻ അന്ന് പ്രാർത്ഥിച്ചത്. അന്ന് ആ ഒരു സെഷൻ കഴിഞ്ഞാണ് എനിക്ക് ആദ്യമായിട്ട് അമ്മയുടെ ഒരു സുഗന്ധാഭിഷേകം എന്താണെന്നുള്ള അനുഗ്രഹം എനിക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ദിവ്യരഹസ്യങ്ങളുടെ പുഷ്പകിരീടം എന്ന് പറയുന്ന പരിശുദ്ധ അമ്മയുടെ ഒരു പുസ്തകം എനിക്ക് റെഫർ ചെയ്തു. എൻ്റെ ജീവിതത്തില് എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ച ഒരു പുസ്തകമായിരുന്നു ആ ഒരു പുസ്തകം എന്ന് പറയുന്നത്. വിശുദ്ധ സെന്റ് ലൂയിസ് ഡി മോൺഫോർട്ടിന്റെ ഒരു പുസ്തകമായിരുന്നു അത്. ആ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കാനായിട്ട് അതിൽ ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്തതെന്ന് വെച്ചാൽ ജപമാല ഭക്തിയും പരിശുദ്ധ അമ്മയെ കുറിച്ചും മാത്രമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആ ഒരു പുസ്തകം ഒത്തിരി എന്നെ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു. എൻ്റെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഒത്തിരി തലങ്ങളിൽ അത് ഒത്തിരി മാറ്റം ഉണ്ടാക്കി. ആ പുസ്തകം വായിച്ചു വരുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായെന്ന് പറയുന്നത് വി വോണ്ട് ബി ഏബിൾ ടു റീച്ച് ജീസസ് വിതൗട്ട് മേരി. നമ്മൾ ഒരിക്കലും പരിശുദ്ധ അമ്മയില്ലാതെ ഈശോയിൽ എത്തത്തില്ല. ഒരിക്കലും എത്തത്തില്ല. നമ്മൾ എത്തുവാണെന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ വഴി മാത്രമേ ഈശോയിൽ എത്തത്തുള്ളൂ. വിശുദ്ധ അൽഫോൺസ് ലിഗരി പറയുന്നുണ്ട്, നമുക്കൊരു വൃക്ഷത്തിലെ ഫലം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ആ ഒരു ഫലത്തിനായിട്ട് നമ്മൾ പ്രയത്നിക്കുകയും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഫലം സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അതുപോലെ യേശുവാകുന്ന ആ ഒരു ഫലം, ആ ഒരു സ്വാദിഷ്ടമായ ഫലം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സമീപിക്കേണ്ടത് പരിശുദ്ധ അമ്മയല്ല. പരിശുദ്ധ അമ്മ വഴി നമുക്ക് ആ ഫലം സ്വന്തമാക്കാൻ പറ്റും. ലൈക്ക് വൈസ് നമുക്ക് ഈശോയെ വേണമെന്ന് നമ്മുടെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം ഈശോയാണ്. നമ്മുടെ പുറകിലും മുമ്പിലും ഇടതും വലതും എപ്പോഴും ഈശോ ഉണ്ടായിരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ എല്ലാവരും ഈ ഒരു
പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ആയിരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഈശോനെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം സമീപിക്കേണ്ടത് പരിശുദ്ധ അമ്മയടുക്കലാണ്. അങ്ങനെ ഞാൻ ആ പുസ്തകം വായിച്ചു. പുസ്തകം വായിച്ചതിൽ പിന്നെ എനിക്ക് അമ്മയെക്കുറിച്ച് എല്ലാവരോടും പറയണം എന്നുള്ളൊരു ആഗ്രഹമായി. അതിനു മുമ്പുള്ള ഞാനെന്ന് പറയുന്നത് എനിക്ക് ബൈബിള് മറ്റുള്ളവരുടെ മുമ്പിൽ പിടിക്കാൻ നാണമായിരുന്നു. ജപമാല പിടിക്കാൻ എനിക്ക് നാണമായിരുന്നു. ഈശോനെക്കുറിച്ച് പറയാൻ എനിക്ക് നാണമായിരുന്നു. ഓഫ് കോഴ്സ് ഞാൻ ഒരു കാറ്റഗിസം ടീച്ചറായാൽ പോലും പല കാര്യങ്ങളും ഞാൻ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനി മാത്രമായിരുന്നു. ഒന്നിലും എനിക്ക് പറയാനോ ഇതൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ ഒരു പുസ്തകം വായിച്ചതിന് ശേഷം പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹം എനിക്കുണ്ടായി. ആ ഒരു അനുഗ്രഹമാണ് ഈ എന്നെ ഇപ്പം ഞാനാക്കിയത്. കാര്യം നമുക്ക് തീയോട് അടുക്കുമ്പം നമുക്ക് ചൂട് അനുഭവപ്പെടുന്നത് പോലെ പഴയ ഞാനും പുതിയ ഞാനും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എനിക്കിപ്പഴാണ് മനസ്സിലായത്. അതുപോലെ തന്നെ എനിക്ക് ആ ഒരു പുസ്തകം വായിച്ചപ്പം എന്റെ മൈൻഡിൽ കൂടെ കടന്നു വന്ന കാര്യം എന്തുകൊണ്ട് ജപമാല ഭക്തിയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയവും പരിശുദ്ധ അമ്മയെ പറ്റി മറ്റുള്ളവർക്ക് ഒരു പറഞ്ഞു കൊടുക്കുക മാത്രമല്ല അവരുടെ ഇടയിൽ ഒരു അവബോധം എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ ആ പുസ്തകം വഴി എനിക്ക് ചിന്തിച്ചു. എനിക്കൊരു ലീഫ്ലെറ്റ് തയ്യാറാക്കിയാന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിൽ പരിശുദ്ധ അമ്മ എനിക്ക് തന്നു. പരിശുദ്ധാത്മാവിന്റെ. അതിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാനിതിന്റെ ഒരു PDF കോപ്പി ഞാൻ ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഇത് കാണിക്കാം. ഇത് ഞാൻ ചെയ്ത എന്റെ ഒരു ഫ്രണ്ടിന്റെ സഹായത്തോടു കൂടി ഞാൻ ചെയ്ത എന്റെ ഒരു ലീഫ്ലെറ്റ് ആണിത്. അപ്പം ഇത് ചെയ്ത കാര്യംന്ന് വെച്ചാൽ ഒക്ടോബർ മാസത്തിലാ ഞാനിത് ചെയ്ത. അപ്പം ഒക്ടോബർ മാസം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പല ഇടവകകളിലും എല്ലാ ഇടവകകളിലും നമ്മൾ ഒക്ടോബർ മാസം നമ്മുടെ പരിശുദ്ധ അമ്മയുടെ രൂപം എല്ലാ വീടുകളിലും കൊണ്ടുപോകുന്ന ഒരു ട്രഡീഷൻ എന്റെ ദേവാലയത്തിലും ഉണ്ട്. അപ്പൊ അന്നേ ദിവസം എന്റെ സ്നേഹ സമൂഹത്തില് ബൈ ഗോഡ്സ് ഗ്രേസ് പരിശുദ്ധ അമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ട് എനിക്ക് പ്രസംഗിക്കാനുള്ള ഒരു ചാൻസ് കിട്ടി. അന്ന് തന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു ലീഫ്ലെറ്റ് അന്ന് എല്ലാവർക്കും പരിചയപ്പെടുത്തണം, എല്ലാവർക്കും കൊടുക്കണമെന്നുള്ള. ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം പറയാം. ഇത് മെയിൻലി ചർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ലീഫ്ലെറ്റ് ആണ്. ഇത് നമ്മുടേതായിട്ടുള്ള ഒരു വേർഡിങ്സും തന്നെ ഇതിൽ കൊടുത്തിട്ടില്ല. ഇതിനകത്ത് മെയിൻ ആയിട്ട് സെന്റ് ലൂയിസ് ഡി മോൺഫോർട്ടിന്റെയും സെന്റ് ജോൺ പോൾ സെക്കൻഡിന്റെ ഒക്കെ കോട്ടിങ്സ് മാത്രമേ ഇതിലുള്ളൂ. അപ്പൊ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ എന്തുകൊണ്ട് നമ്മൾ ജപമാല ചൊല്ലണം? ജപമാല ചൊല്ലുന്നത് വഴി പരിശുദ്ധ അമ്മ നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ എന്തെല്ലാമാണ്? പിന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം. ഈ 3 കാര്യങ്ങള്. പിന്നെ കൂടാതെ ഇത് ചൊല്ലുന്നത് വഴി നമുക്ക് കിട്ടുന്ന ബെനഫിറ്റ്സ് എന്തൊക്കെയാണ്? അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? അത്ഭുത ഫലങ്ങൾ എന്തെല്ലാമാണെന്നുള്ള ഒരു കാര്യം. ഇത് ഞാൻ ചെയ്തതിന് മുമ്പായിട്ട് ഞങ്ങളുടെ വികാരിയച്ഛനെ ഞാൻ ഇതുകൊണ്ട് കാണിച്ചു. അപ്പൊ ഞാൻ ഓർത്തു അച്ഛൻ ഇത് പെർമിഷൻ തരത്തില്ലെന്നാ വിചാരിച്ചത്. പക്ഷെ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ഞാൻ ഇതിന്റെ ഒരു PDF കോപ്പി പ്രിന്റ് ചെയ്തെടുത്തു. അച്ഛനെ കാണിച്ചു. ഞാൻ അച്ഛൻ പറഞ്ഞു, "അച്ഛാ ഇത് അമ്മയെക്കുറിച്ചുള്ളൊരു കാര്യമാണ്. ഫുള്ളി ചർച്ച് ഓറിയന്റഡ് ആണ്. എന്റെ വേർഡിങ്സ് ഒന്നും തന്നെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല" എന്ന് പറഞ്ഞു. അച്ഛൻ വായിച്ചു നോക്കിയിട്ട് എനിക്കിത് ഗിവ് ഔട്ട് ചെയ്യാനുള്ള ഒരു പെർമിഷൻ തന്നു. അപ്പം എനിക്കിത് കുറച്ച് പൈസ ചെലവുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാല് പെട്ടെന്ന് എന്റെ ഒരു മൈൻഡിൽ ഓർമ്മയെന്ന് വെച്ചാൽ കുറച്ച് ബെനഫാക്ടേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് അവരുടെ കയ്യിന്ന് ചെറിയൊരു ഫണ്ട് സംഘടിപ്പിച്ചിട്ട് ഈ ഒരു കാര്യം പ്രിന്റ് എടുത്ത് നല്ല ഒരു ഒറിജിനൽ ക്വാളിറ്റിയിലാ എടുത്തിരിക്കുന്നത്. അത് പ്രിന്റ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ ബൈ ഗോഡ്സ് ഗ്രേസ് എന്റെ ആ ഒരു പ്രസംഗത്തിൽ തന്നെ പ്രസംഗം കഴിഞ്ഞ് എനിക്കിത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റി. എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയെന്ന് മാത്രമല്ല എന്റെ ഇടവകളിൽ ഇല്ലാത്തവർക്കും ഇത് കൊടുക്കാൻ പറ്റി. അതോടൊപ്പം തന്നെ ഞാൻ ചെയ്ത ഒരു കാര്യമായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ യഥാർത്ഥ മരിയഭക്തി എന്ന് പറയുന്ന ഒരു PDF-ന്റെ കോപ്പി നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. നന്മമരം ഗ്രൂപ്പിലുണ്ട്. അപ്പൊ എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു യഥാർത്ഥ മരിയഭക്തി എന്ന പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നി വൈ കാൻറ്റ് ഐ ഗിവ് ടു എവരിവൺ? ഈ ഒരു പുസ്തകം എന്തുകൊണ്ട് എനിക്ക് മറ്റുള്ളവർക്ക് കൊടുത്തുകൂടാ? അങ്ങനെ ഞാൻ ഈ ഒരു സാധനം പ്രിന്റ് ചെയ്ത് അതേപോലെ തന്നെ ബെനഫാക്ടേഴ്സിനെ കണ്ടുപിടിച്ച് ഞാൻ യഥാർത്ഥ മരിയഭക്തി എന്ന ആ ഒരു പുസ്തകം ഞാൻ പ്രിന്റ് ചെയ്തു. പ്രിന്റ് ചെയ്ത് ഒരു ഫസ്റ്റ് സെഷൻ എന്ന നിലയിൽ ഫസ്റ്റ് ഫേസ് എന്ന നിലയിൽ ഞാനതൊരു 10, 20 ആൾക്കാർക്ക് ഞാനത് കൊടുത്തു. ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് കൊടുത്തതിന് ശേഷം എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ദിവസമായിരുന്നു അന്നത്തെ ദിവസം എന്ന് പറയുന്ന. ഇത് കൊടുത്തു കഴിഞ്ഞു, പ്രസംഗം കഴിഞ്ഞു, ഇത് കൊടുത്തു. എന്റെ വീട്ടിൽ ഞാൻ വന്നു. വീട്ടിൽ വന്നു. ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് എന്റെ മുറിയിലാണ്. എന്റെ മുറിയില് ഞാൻ വന്നു കഴിഞ്ഞ ഒരു 10 മണി 10:30 ആയപ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ല് എനിക്ക് കിട്ടാൻ തുടങ്ങി. സ്മെല്ല് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം എന്റെ ടോയ്ലറ്റിലും ഇവിടെയൊക്കെ ഒരു ചെറിയൊരു ഇതുണ്ടല്ലോ നമുക്ക് ഓഡോണില് കണക്ക്. ഞാൻ വിചാരിച്ചു അതാന്ന് വിചാരിച്ചു. പക്ഷെ ഞാനത് മേടിച്ചിട്ടില്ല. ഞാൻ എന്റെ അപ്പുറത്തെ മുറിയിൽ പോയി അത് അമ്മയ്ക്ക് അവിടെ ഇല്ല. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു. അമ്മയ്ക്ക് അത് കിട്ടിയിട്ടില്ല. ആ ഒരു സ്മെല്ല് കിട്ടുന്നില്ല. അപ്പായോട് ചോദിച്ചു. അപ്പ ആ സ്മെല്ല് കിട്ടുന്നില്ല. ഞങ്ങള് 3 പേരേ ഉള്ളൂ. ഞാനും അപ്പയും അമ്മയേ ഉള്ളൂ. ചേട്ടൻ പുറത്താ. അപ്പം ഈ വീട്ടിൽ ആർക്കും ചോദിച്ചിട്ടില്ല. അപ്പം
അവര് അവരുടെ മുറിയിലും ഇല്ല, സിറ്റ് ഔട്ടിലില്ല, ഹാളില്ല, എവിടെയില്ല. എൻ്റെ മുറിയിൽ മാത്രം ഈ ഒരു സ്മെല്ല്. ഞാനപ്പം അവരെ എൻ്റെ മുറിയിൽ വിളിച്ചോണ്ട് വന്നു. വിളിച്ചോണ്ട് വന്നപ്പോൾ അവർക്ക് നല്ലൊരു ജാസ്മിൻ്റെ സ്മെല്ല് അവർക്ക് കിട്ടി. അതായത് ഞാൻ എബൈഡിൽ പോയപ്പം കിട്ടിയ ആ അതേ ഒരു സ്മെല്ല് തന്നെയായിരുന്നു എനിക്ക് എൻ്റെ മുറിയിൽ കിട്ടിയത്. ആ ഒരു ദിവസങ്ങളെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ മാറ്റിമറിച്ചൊരു ദിവസമായിരുന്നു. രാവിലെ 5 മണിയാകുമ്പോൾ ആ സ്മെല്ല് നല്ല രീതിയിൽ എനിക്കുണ്ടാവും. എനിക്ക് 6 മണിക്കാ കുർബാന. ഞാൻ 6 മണിക്കത്തെ കുർബാനയ്ക്ക് പോകത്തേ ഇല്ലായിരുന്നു. വൈകിട്ട് 6:30ക്കത്തെ കുർബാനയ്ക്കായിരുന്നു പോകുന്നത്. ആ ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോഴത്തേക്കും നമ്മള് ആരോ വന്ന് വിളിക്കുന്ന കണക്കത്തെ ആ ഒരു സ്മെല്ലായിരുന്നു എനിക്ക് ആ ഒരു സമയത്തൊക്കെ കിട്ടിയത്. അങ്ങനെ 2 ആഴ്ചത്തേക്ക് എൻ്റെ മുറിയില് ആ ഒരു സ്മെല്ല് ഞാനത് ഇതാക്കിയിരുന്നു. പക്ഷേ പിന്നീട് ഞാനത് പിന്നീടാണ് ഞാൻ കൂടുതലും പരിശുദ്ധ അമ്മയടുക്കല്, അതായത് അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മളൊരു പർട്ടിക്കുലർ ടൈം വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നമുക്ക് ആ ഒരു അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് കിട്ടുന്നത് ഒരു ഏണിപ്പടിയാണ്. ആ ഏണിപ്പടി പിടിച്ച് പിടിച്ച് മേലോട്ട് കേറാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 ചെറിയൊരു ഡോസ് മാത്രമാണ് ഈ സുഗന്ധാഭിഷേകം എന്ന് എൻ്റെ എൻ്റെ വേ ഓഫ് തിങ്കിങ്ങിന് ഞാൻ പറഞ്ഞ കേട്ടോ. മറ്റുള്ളവരുടെ ഇതിൽ എങ്ങനെ എനിക്കറിയത്തില്ല. ആ ഒരു കോണിപ്പടി. ആ ഒരു കോണിപ്പടി മാത്രമാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഒരു എന്താണ് സുഗന്ധാഭിഷേകം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ എനിക്ക് പിന്നെയും പിന്നെയും ഇതാക്കാൻ തുടങ്ങി. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മള് എല്ലാ ദിവസവും ജപമാല ചൊല്ലുന്നവരാ അല്ലേ? വിത്തൗട്ട് മദർ മേരീസ് ഹെൽപ്പ് യു കാൺട്ട് ബി ഏബിൾ ടു റീച്ച് വൺ ഹെയിൽ മേരി. നമുക്ക് പരിശുദ്ധ അമ്മയുടെ സഹായം ഇല്ലാതെ ഒരു ഹെയിൽ മേരി പോലും നമുക്ക് ചൊല്ലാൻ പറ്റത്തില്ല. അതായത് ഒരു ഹെയിൽ മേരി പോലും ചൊല്ലാത്ത ഞാൻ, ജപമാല പോലും ചൊല്ലാത്ത ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ദിവസം 3 മിസ്റ്ററീസ്, അതായത് 3 രഹസ്യങ്ങൾ, 4 രഹസ്യങ്ങൾ വരെ ചൊല്ലാനുള്ള ഒരു കൃപ അമ്മ എനിക്ക് തന്നു. അതുപോലെ തന്നെ നമ്മള് പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അത്ഭുതം അല്ലെങ്കിൽ അടയാളം എന്ന് പറയുന്നത്, വി ആർ ഏബിൾ ടു റിസൈറ്റ് റോസറി. നമുക്ക് ജപമാല ചൊല്ലാനുള്ള അനുഗ്രഹം അമ്മ തരും. വി ആർ ഏബിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഹോളി യൂക്കരിസ്റ്റ്. നമുക്ക് വിശുദ്ധ കുർബാനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അനുഗ്രഹം അമ്മ തരും. വി ആർ ഏബിൾ ടു ലവ് ദ സാക്രമെന്റ്സ്. നമുക്ക് കൂദാശകളെ സ്നേഹിക്കാനുള്ള ഒരു അനുഗ്രഹം തരും. എസ്പെഷ്യലി കൺഫഷൻ. ഒരു കുമ്പസാരത്തിൽ നമുക്ക് പോണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെയും പരിശുദ്ധ അമ്മയുടെയും സഹായം ഇല്ലാതെ നമുക്ക് കുമ്പസാരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. ആ ഒരു തിരിച്ചറിവ് എനിക്ക് കിട്ടിയ നന്മാവരത്തിൽ നിന്നാണ്. കാര്യം അതിനു മുമ്പുള്ള ഞാനെന്ന് പറയുന്നത് ഓഫ് കോഴ്സ് എല്ലാ ശനിയാഴ്ചയും ആഴ്ചകളിൽ കുമ്പസാരിക്കുമെങ്കിലും കുമ്പസാരത്തിന്റെ ഒരു ഡെപ്തും അതിന്റെ ഒരു സ്നേഹവും അതിന്റെ ഒരു വിശുദ്ധിയും ഞാൻ മനസ്സിലാക്കുന്ന നന്മവരം എന്ന ആ ഒരു ചാനലിലൂടെ. കാര്യം ഇതിനു മുമ്പുള്ള എന്നോട് ആശിഷ് ചേട്ടൻ എൻ്റെ ഇടയ്ക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആശിഷ് ചേട്ടൻ ഷെയർ ചെയ്യുമ്പോൾ ചേട്ടൻ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റിമറിച്ചത്. നമ്മളൊന്നും ഇല്ലെങ്കിൽ ഈശോനെ സ്നേഹിക്കണം. നമുക്ക് ജോലിയില്ല, സാമ്പത്തിക ബുദ്ധിമുട്ട്, രോഗം, ഭയങ്കര ദുഷ്ടതകളും കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ മുമ്പിൽ ഫ്രണ്ടിൽ ആരാ? ഈശോയുണ്ട്. ഈശോ അറിയാതെ എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഒന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈശോനെ സ്നേഹിക്കണം. പക്ഷെ ആ സമയത്ത് ഞാൻ ഇതൊരു സ്ട്രേഞ്ച് വേർഡായിട്ടാ ഞാൻ ഇത് കാണുന്നത്. ജോലിയില്ല, സാമ്പത്തിക ബുദ്ധിമുട്ട്, രോഗം, പേഴ്സണൽ പ്രോബ്ലംസ്, ഇതൊക്കെ മറികടക്കാൻ നേരത്ത് ഇതൊക്കെ എൻ്റെ ഫ്രണ്ടിലുണ്ട്. ഞാൻ പക്ഷെ ഈ ഈശോനെ എങ്ങനെ സ്നേഹിക്കും? പക്ഷെ പരിശുദ്ധ അമ്മയോടൊപ്പം ജപമാല ചൊല്ലുന്നത് വഴി എനിക്ക് ആ ഒരു തിരിച്ചറിവ് കിട്ടി. ഒന്നുമില്ലെങ്കിലും എൻ്റെ ജീവിതത്തില് ഞാൻ എൻ്റെ ഈശോനെ സ്നേഹിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് അതുവഴി കിട്ടി. ഇപ്പം സഭ നമ്മളെ പഠിപ്പിക്കുന്നത് മറിയം വഴി ക്രിസ്തുവിലേക്കെന്നാ പറയുന്നത്. നമ്മള് വിശുദ്ധ ജോൺ പോൾ സെക്കൻഡിന്റെ ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു വിശുദ്ധ ജോൺ പോൾ സെക്കൻഡിന്റെ എന്ന് പറയുന്നത്. ആ ഒരു വിശുദ്ധൻ എൻ്റെ ജീവിതത്തെ വല്ലാതെ ഒരു പിടിച്ചു കുലുക്കിയ ഒരു വിശുദ്ധനായിരുന്നു. നമുക്കറിയാം, പരിശുദ്ധ പിതാവ് വെടിയേറ്റ് വീഴുമ്പോഴൊക്കെ പരിശുദ്ധ അമ്മ കോരിപ്പിടിക്കുന്ന ഒരു ചിത്രമൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം ജപമാല കയ്യിലെടുക്കുമ്പം നമുക്ക് ഈശോനെ നമ്മൾ കയ്യിലെടുക്കുക ചെയ്യുന്നത്. ഓരോ ജപമാലയും നമ്മൾ വിമലഹൃദയ ഈ ദിവ്യരഹസ്യങ്ങളെ പുഷ്പയിലെടുത്ത് പറയുന്നുണ്ട്. ഓരോ നന്മ നിറഞ്ഞ മറിയം നമ്മൾ ചൊല്ലുമ്പോൾ ഓരോ റോസാ പൂവായിട്ട് നമ്മൾ പരിശുദ്ധമ്മയ്ക്ക് കൊടുക്കുക. അങ്ങനെ ഒരു രഹസ്യം കഴിയുമ്പം അനേകം റോസാ പുഷ്പങ്ങൾ അടങ്ങിയ ഒരു കിരീടമായിട്ടാണ് നമ്മൾ ത്രിയേക ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും നമ്മൾ കൊടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്ന, എനിക്ക് ജപമാല മറ്റുള്ളവരുടെ മുമ്പിൽ പിടിക്കാനും ബസ്സിൽ പോകുമ്പോൾ പിടിക്കാനും എൻ്റെ ടൂ വീലറിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ പിടിക്കാനൊക്കെ വളരെ നാണമായിരുന്നു. ഞാൻ പിടിക്കത്തില്ലായിരുന്നു. പക്ഷേ നമ്മൾ ജപമാല പരിശുദ്ധ അമ്മയെ നമ്മൾ അറിയുന്നത് വഴി ആ ഒരു നാണം നമുക്ക് മാറിക്കിട്ടും. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ, ഞാൻ ഒരു കുറെ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഞങ്ങളുടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും ഐ കേം ടു മീറ്റ് സം പെന്തക്കോസ്റ്റ്. ഞാൻ ഒരു പെന്തക്കോസ്റ്റ് ഫാമിലിനെ കണ്ടു.
അപ്പൊ ഞാൻ ആ അടുത്ത് നിൽക്കുക, OP ടിക്കറ്റിന് വേണ്ടി നമ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക ഞാൻ. അപ്പം എനിക്കാണെങ്കിൽ ഇവരെ കാണാൻ നേരത്ത് ചെറുവരിയിൽ ഇങ്ങനെ വിറഞ്ഞു കയറും എനിക്ക്. മീൻസ് ദേഷ്യം അങ്ങനെ ഒരു ഇതല്ല, പക്ഷെ ഇവർ റോങ് മെസ്സേജ് കൊടുക്കുന്ന കാരണം ഒത്തിരി ആത്മാക്കൾ നശിച്ചുകൊണ്ടിരിക്കുക. ഒത്തിരി ആത്മാക്കൾ നശിച്ചുകൊണ്ടിരിക്കുക. ഇവരെന്ത് ഓൺ വാട്ട് ബേസിസ്, എന്ത് ബേസിസിലാണ് ഇവർ പരിശുദ്ധ അമ്മ ഇല്ലെന്ന് പറയുന്ന? അവർക്ക് നമ്മൾ ഒരു നല്ല ഒരു തിയോളജിയും നല്ല ഫിലോസഫിയും ദൈവികപരമായിട്ടുള്ള ഒരു ആള് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ദേ ആർ അണേബിൾ ടു ആൻസർ. അവർക്ക് ഒരിക്കലും ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഒരു ലെവലിലൊന്നും എത്തിയിട്ടില്ല. പക്ഷെ അപ്പം ഞാനപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ, ഞാനപ്പോൾ റോസറി ചൊല്ലിക്കൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഇത് എന്നാരും വഴക്ക് പറയില്ല, ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ഈ റോസറി ഇവരെ കാണിക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പോക്കറ്റിൽ നിന്ന് പതിക്കനെ പതിക്കനെ റോസറി ഇവർ കാണാൻ എനിക്ക്, അതായത് ആ സമയത്ത് എനിക്ക് ഹേൽ മേരി ചൊല്ലണ്ട, എനിക്ക് ഈ റോസറി ഇവരെ കാണിക്കണം, ഇവരെ ചൊല്ലണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു എനിക്കുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, പതിക്കനെ പതിക്കനെ ഹേൽ മേരി ചൊല്ലി ചൊല്ലി എൻ്റെ കയ്യിൽ നിന്ന് കൊന്ത ഞാൻ താഴെ ഇട്ടു. താഴെ ഇട്ടത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഇവരെ കാണിക്കണം. അതായത് ഞാൻ ജപമാല ചൊല്ലുന്നുണ്ട്, പരിശുദ്ധ അമ്മ വഴിയെ എല്ലാവരും രക്ഷപ്പെടുന്നുള്ള ഒരു തിരിച്ചറിവ്, ആ ഒരു സംഭവം ഞാൻ കാണിക്കണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എന്റെ കൊന്ത അമ്മയോട് ക്ഷമ ചോദിച്ചിട്ട് ഞാൻ എന്റെ കൊന്ത താഴെ ഇട്ടു. താഴെ ഇട്ട് അവര് കണ്ടു. അവര് കണ്ടതിന് ശേഷം ഞാൻ പിന്നെ അവരുടെ മുമ്പിൽ വെച്ച് എന്നെ എന്ത് ചെയ്തു, ഐ സ്റ്റാർട്ട് റിസൈറ്റിംഗ് റോസറി. ഞാൻ പിന്നെ റോസറി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അപ്പൊ നമുക്ക് ആ ഒരു ഇത് മാർക്ക് കിട്ടും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, കൂടുതൽ അമ്മയായിട്ട് നമ്മൾ അടുക്കുമ്പം നമുക്ക് സ്പിരിച്വൽ ഡിപ്പെൻഡൻസിയും സ്പിരിച്വൽ ഫിയറും നമുക്ക് മാറിക്കിട്ടും. അതായത് എനിക്ക് ഇതിനു മുമ്പ് നന്മ മരത്തിൽ ഒത്തിരി പേര്, ഒത്തിരി സഹോദരങ്ങൾ, ഒത്തിരി ചേട്ടന്മാര് ചേച്ചിമാരൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുമല്ലോ. അപ്പം എനിക്കൊരു വിഷമമായിരുന്നു, അയ്യോ അവര് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. ദാറ്റ് വാസ് മൈ ഫസ്റ്റ് കൺസേൺ. അതെന്റെ വലിയൊരു വേദനയും വലിയൊരു കൺസേണും ആയിരുന്നു, എനിക്ക് എന്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം. ഞാൻ അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ഓവറായിട്ട് തിങ്ക് ചെയ്തു. പിന്നെ പ്രാർത്ഥിക്കാൻ നേരത്ത് ഒരു പേടി, എനിക്ക് ഈശോനെ പേടിയായിരുന്നു. എനിക്ക് കുർബാന, വചന വായന, ജപമാല, ഭക്തി എല്ലാം ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പേടിയായിരുന്നു ഈശോനെ പറ്റി. പക്ഷേ വെൻ ഐ കം ടു നോ മദർ മേരി, പരിശുദ്ധ അമ്മയെ ഞാൻ അനുഭവിച്ചു. പരിശുദ്ധ അമ്മ ആരാണെന്നുള്ള ഒരു തിരിച്ചറിവ് പാവയെ എനിക്ക് കിട്ടിയത് പിന്നെ ആ ഒരു സ്പിരിച്വൽ ഡിപ്പെൻഡൻസി എനിക്ക് മാറിക്കിട്ടി. ആ ഒരു സ്പിരിച്വൽ ഫിയർ എനിക്ക് മാറിക്കിട്ടി. വളരെ ഓപ്പൺ ആയിട്ട് എനിക്ക് ഈശോയോട് ഇപ്പം പ്രാർത്ഥിക്കാൻ പറ്റും. വളരെ അതിനുള്ള ഒരു അനുഗ്രഹം, കൃപ, ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്ക് പരിശുദ്ധ അമ്മ തന്നു. അതോടൊപ്പം തന്നെ ആ സ്പിരിച്വൽ ഡിപ്പെൻഡൻസി, ഒരാളെ ആശ്രയിച്ച് അല്ലെങ്കിൽ സ്പിരിച്വൽ കമ്പയറിംഗ് എന്നൊക്കെ പറയത്തില്ല നമ്മൾ, ആ ഒരു ഇത് നമുക്ക് മാറിക്കിട്ടി. വി വിൽ ബി ഏബിൾ ടു സ്റ്റാൻഡ് ഇൻ എ പ്ലേസ് വെയർ വി ആർ ഇൻഡിപെൻഡന്റ്. നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ പരിശുദ്ധ അമ്മ നമുക്ക് നേടിത്തരും. ഞാൻ ഈ ഇടയ്ക്ക് ചെറിയ ചെറിയ ഇംഗ്ലീഷ് ഒന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ചെറിയ ചെറിയ ഇംഗ്ലീഷ് വാക്ക് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഗ്രൂപ്പിൽ നന്മ മരത്തിൽ നമ്മൾ ചെറിയ രീതിയിൽ ഇംഗ്ലീഷ് വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യാനുള്ള പ്ലാൻ ഒക്കെ ഉണ്ട്. അപ്പം ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ കുറച്ച് പഠിക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണിത്. അപ്പം നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈശോനെ കുറിച്ച്, നമ്മൾ അവസാനിക്കുന്ന ഈശോനെ കുറിച്ച്. വേറെ ഒരു സംസാരവും വേറെ ഒരു തിങ്കിങ്ങും നമ്മൾ ഈ ഒരു ഇതിലല്ലോ. അപ്പം അങ്ങനെ. അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ആ സ്പിരിച്വൽ ഡിപ്പെൻഡൻസിയും സ്പിരിച്വൽ ഫിയറും നമുക്ക് മാറിക്കിട്ടും. പിന്നെ വേറൊരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ കുമ്പസാരത്തോടുള്ള ആ സ്നേഹം. ഞാൻ എപ്പോഴും കുമ്പസാരിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒത്തിരി ആളുകൾ മൊബൈല് ഇതാക്കിക്കൊണ്ടും എനിക്ക് ഒത്തിരി വിഷമം വന്നിട്ടുണ്ട്. അത് ഒത്തിരി കാര്യം, ബഹുമാനപ്പെട്ട ഡാനിയൽ അച്ഛനും പിന്നെ ജിൻസ് അച്ഛനും ഡൊമിനിക് അച്ഛനൊക്കെ ഈ കുമ്പസാരത്തെ കുറിച്ച് പറയുന്നത് വളരെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ പറയുന്ന. അത് അവർ ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ മറ്റുള്ളവർ അത് കണ്ട് അത് കേട്ട് പ്രാവർത്തികമാക്കാനാണ്. അപ്പം ഞാൻ നോക്കാൻ നേരത്ത് ചിലര് അടുത്ത ടൈമായ അവരുടെ ആണെങ്കിൽ പോലും അവർ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഒന്നും ചെയ്യത്തില്ല. അപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് റോസറി എടുത്തിട്ട് റോസറി ചൊല്ലിക്കൊണ്ടിരിക്കും. അതായത് എൻ്റെ ടൈം ആകുന്നത് വരെ ഞാൻ ജപമാല, പാപങ്ങളെ കുറിച്ച് മനസ്സാവിച്ച് എല്ലാം ക്രമമായിട്ട് ഓർത്ത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, പരിശുദ്ധമ്മ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ എഴുതിക്കൊണ്ടാ പോണെ എൻ്റെ എല്ലാ കുമ്പസാരത്തിലും അല്ല, മോസ്റ്റ് ഓഫ് എൻ്റെ കൺഫെഷനിൽ ഞാൻ എൻ്റെ പാപങ്ങൾ മൊത്തം ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ടുപോകും. ആ ഒരു ഇത് തിരിച്ചറിവ് എനിക്ക് കിട്ടിയത് നമ്മുടെ ഗ്രൂപ്പിൽ ആ ഒരു ഷെയറിങ് കിടപ്പുണ്ട്. ആശിഷ് ചേട്ടനും വേറെ ഒരു ചേട്ടനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ പുള്ളിക്കാരൻ അത് പറയുന്നുണ്ട്, ഇങ്ങനെ പുള്ളി എല്ലാ കുമ്പസാരത്തിലും എഴുതിക്കൊണ്ടാ പോകുന്നത്. അപ്പൊ ആ ഒരു തിരിച്ചറിവ് കിട്ടുന്നത് നമ്മുടെ തിങ്കിങ്ങോ നമ്മുടെ ഒരു കൃപയോ കൊണ്ടല്ല, നമ്മുടെ ശക്തിയോ കൊണ്ടല്ല, പരിശുദ്ധ അമ്മ നമ്മളെ തോന്നിക്കുന്നതാണ്. കാര്യം പരിശുദ്ധ അമ്മയുടെ ഒരേ ഒരു ലക്ഷ്യമാണ് നമ്മളിലെ പാപം ഇല്ലാതാക്കുക എന്നത്. നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ശുദ്ധീകരിക്കുക എന്നത് പരിശുദ്ധ അമ്മയുടെ ഒരേ ഒരു ലക്ഷ്യമാണ്.
ആ ഒരു ലക്ഷ്യം അമ്മ നമുക്ക് സാധിച്ചു തരും. അതിനുള്ള മുന്നോടിയായിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ഓരോ ചിന്തകളൊക്കെ നമുക്ക് തരുന്നത്. അപ്പം ആ ഒരു കൃപ നമുക്ക് തരും. അപ്പം ഞാൻ കുമ്പസാരിക്കാൻ നേരത്ത് ഈ ജപമാല ഇങ്ങനെ ചൊല്ലി വെച്ചിരിക്കും. അപ്പം മറ്റുള്ളവര് ചിലപ്പം എനിക്കറിയത്തില്ല അവര് കാണോ ഇല്ലയോ എന്നുള്ള കാര്യം. പക്ഷെ അവര് കണ്ടാലും ഇല്ലെങ്കിലും എന്ത് ചെയ്യണം? എനിക്ക് ജപമാല ചൊല്ലണം. കാര്യം അൾട്ടിമേറ്റ്ലി അമ്മ മാത്രമേ നമ്മുടെ കൂടെ കാണത്തുള്ളൂ. നമ്മളിവിടെ ജനിക്കുന്നു, നമ്മളിവിടെ തിരിച്ചു പോകുന്നു. തിരിച്ചു പോകുമ്പോഴത്തേക്കും നമ്മള് ശരീരം ഇവിടെ കാണും, പക്ഷെ ആത്മാവ് പരിശുദ്ധ അമ്മയുടെ കയ്യിലായിരിക്കും. നമ്മൾ പരിശുദ്ധ അമ്മ വഴിയേ നമ്മൾ ഈശോയിൽ എത്തത്തുള്ളൂ. നമുക്ക് ചിലര് പറയാം പരിശുദ്ധ അമ്മയോടുള്ള കൂടുതലുള്ള വിശ്വാസം കാരണം ഈശോയെ നഷ്ടപ്പെടുമെന്നുള്ളത്. നോ, ഒരിക്കലും ഇല്ല. അത് സാത്താന്റെ ചിന്തയാണ്. പരിശുദ്ധ അമ്മയെ നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നുവോ, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നു, അത്രത്തോളം ഉന്നതമായിട്ടുള്ള ഒരു സ്നേഹവും വിശ്വാസവും നമ്മൾ ഈശോയ്ക്കും സ്തുതിയും ഈശോയ്ക്കും ത്രിയേക ദൈവത്തിന് നമ്മൾ കൊടുക്കുക ചെയ്യുന്ന ആ ഒരു ആ ഒരു 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 ചെറിയൊരു കാര്യം, ആ ഒരു വലിയ കാര്യം യഥാർത്ഥ മരിവേത്തൻ പുസ്തകത്തിൽ വിശുദ്ധ ലൂയിസ് ഡി മോൺഫർട്ട് വളരെ മെറ്റിക്കുലസ് ആയിട്ട് പുള്ളി വിശുദ്ധനായിട്ട് ഇപ്പൊ പറയുന്നുണ്ട്. വേറെ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്, വേറെ ഒരു തോട്ട് എന്ന് പറയുന്നത്, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു വലിയ ഒരു കൃപയാ. അതായത് എന്റെ വീട്ടില് എന്റെ അമ്മച്ചി കൊന്ത ചൊല്ലാൻ നേരത്ത് ഏറ്റവും കൂടുതൽ സമയം മാറ്റി വെക്കുന്നത്, അതായത് രഹസ്യങ്ങളും ലിറ്റനയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം അമ്മച്ചി മാറ്റി വെക്കുന്നത് ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടാ. 5 സ്വർഗസ്ഥന പിതാവ് നന്മ നിറഞ്ഞ ആ പ്രയറും ചൊല്ലിയതിനു ശേഷം അമ്മച്ചിക്ക് ഓർമ്മയുള്ള സകലരുടെയും പേര് പറഞ്ഞ് അമ്മച്ചി പ്രാർത്ഥിക്കും. സകലരുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പൊ ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ ചെയ്യും, അമ്മച്ചി എന്തിനാ ഇങ്ങനെ പേരെടുത്ത് പറയുന്നു, എല്ലാവരും ഒറ്റയടിക്ക് പ്രാർത്ഥിച്ചവരെ. പക്ഷെ അമ്മയെക്കുറിച്ച് അറിഞ്ഞ് അമ്മയുടെ നിയോഗങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒന്ന് ആത്മാക്കളുടെ ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കളുടെ രക്ഷ, തിരുസഭ വിശുദ്ധീകരണം, പിന്നെ ഹലോ കഠിന പാപികളുടെ മാനസാന്തരം. യെസ്. അപ്പം ഈ ഒരു ശുദ്ധീകരണം അപ്പൊ കാര്യം പിന്നീടാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. അപ്പോഴാണ് ചിന്തിച്ചത്, അയ്യോ ഞാൻ അമ്മച്ചിനെ ഒത്തിരി കുറ്റം വിചാരിച്ചല്ലോ എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് കിട്ടിയത്. അതിൽ പിന്നെ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എല്ലാ കാര്യങ്ങളും അമ്മയുടെ വിമല ഹൃദയം വഴി ഞാൻ മരിച്ച വിശ്വാസികൾക്ക് അവർക്ക് മോശം കിട്ടാൻ വേണ്ടി ചെയ്യും. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ഇപ്പൊ ഈ ഡിസംബർ മാസമാണ് അല്ലെ, ഇതിനു മുമ്പാണെങ്കിലും ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നല്ല തണുപ്പുള്ള ഒരു ദിവസമാണ്. ആ തണുപ്പുള്ള സമയങ്ങളിൽ നമ്മൾ രാവിലെ എണീറ്റ് കുളിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു മനുഷ്യനെ സംബന്ധിച്ചോളം ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ പണ്ട് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് കാരണം എന്ത് ചെയ്യുമെന്ന് അറിയാവോ? ഇപ്പൊ ഞാനത് ചെയ്തില്ല. ഒരു സെക്കൻഡ്. നമുക്കൊന്ന് സ്തുതിക്കാവേ. യേശുവേ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 നമുക്ക് മ്യൂട്ട് ആകാവേ. എനിക്ക് ഒരു എമർജൻസി ആയിട്ട് കോള് വന്നു, സോറി, ക്ഷമിക്കണം. അപ്പം നമ്മൾ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, മുമ്പ് ഞാൻ ഈ ചൂടുവെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് കുളിക്കാൻ പറ്റും അല്ലേ? ഓക്കെ, ഗുഡ്. പക്ഷെ ഞാൻ ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ആ സ്വഭാവം മാറ്റി. ഞാൻ തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ തുടങ്ങി. എന്നിട്ട് ആ ഒരു സഹനം, അല്ലെങ്കിൽ സഹനം എന്ന് പോലും അത് പറയാൻ പറ്റത്തില്ല നമ്മൾ. ആ ഒരു ചെറിയ കാര്യം ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചു. അമ്മേ, ഇത് ഇച്ചിരി തണുപ്പാണ്, എനിക്ക് ഇച്ചിരി ആസ്മയുടെ പ്രശ്നമൊക്കെ ഉണ്ട്, എങ്കിലും കുഴപ്പമില്ല അമ്മേ, ഞാനിത് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നു നമ്മൾ ചെയ്യും. പിന്നെ വേറൊരു കാര്യം, എന്ന് റീസെന്റ് ആയിട്ട് കൂടെ സെമിത്തേരി സന്ദർശിക്കാൻ തുടങ്ങി. സന്ദർശിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്വർഗസ്ഥനായ പിതാവും 10 നന്മ നിറഞ്ഞു പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? സെമിത്തേരിയുടെ അകത്ത് പോയി അവരുടെ ആത്മാക്കൾക്ക് എല്ലാവർക്കും വേണ്ടി നന്മ നിറഞ്ഞ ചൊല്ലി പ്രാർത്ഥിക്കും. ഇപ്പൊ ഇന്നത്തെ ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ, ഞാൻ വലിയ ഒരു ഇതായിട്ട് പറയല്ല, ഇന്നത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ന് നമുക്കറിയാം, ഇന്ന്
നമ്മളെ സംബന്ധിച്ചോളം അമ്മയുടെ വിമല ഹൃദയത്തെ സ്നേഹിക്കുന്നവർക്ക് സംബന്ധിച്ചോളം, അമ്മയെ സ്നേഹിക്കുന്നവർക്ക് സംബന്ധിച്ചോളം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിവസമായിരുന്നു. ഹവർ ഓഫ് ഗ്രേസ് 12 മണി തൊട്ട് 1 മണി വരെ. ഞാൻ ചെയ്തതെന്ന് വെച്ചാല് ഇന്ന് 2 കാര്യങ്ങൾ ചെയ്തു. ഒന്നെന്ന് പറയുന്നത്, ഞാൻ കാറ്റഗിസം ടീച്ചറാ. എന്റെ ക്ലാസ്സിൽ 8 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഞാൻ അവരെ ചെയ്ത് ഇന്ന് നമുക്ക് അമ്മ 4 നിർദ്ദേശങ്ങൾ തരുന്നുണ്ടല്ലോ. അതിലൊന്നാണ് 51 സങ്കീർത്തനം നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ള. ഞാനപ്പം ക്ലാസ്സിൽ വേറെ എല്ലാവരും ഉണ്ട്. പക്ഷെ അവരാരും ഇതിനെപ്പറ്റി ബോധേഡ് അല്ല. ഒന്നും അറിയത്തില്ല. ഞാനപ്പോ എന്റെ കുട്ടികളെയും ഞാനും ചെന്നിട്ട് ഞങ്ങളുടെ പള്ളിയിലെ ആൾത്താരുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്നു. മുട്ടുകുത്തി നിന്നിട്ട് ഞാൻ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ അവർക്കൊരു ബ്രീഫായിട്ട് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു സിസ്റ്ററിന് അമ്മ പ്രത്യക്ഷപ്പെട്ടു, ഇങ്ങനെയുള്ള ദിവസമാണ്. ഞാൻ ഇപ്പം അവർക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുകയും അത് മാതാപിതാക്കളോട് പറയുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങള് എല്ലാവരും കൂടെ ആൾത്താരുടെ മുമ്പിൽ പോയി മുട്ടുകുത്തിയിട്ട് ഞാൻ 51 സങ്കീർത്തനം ഞാൻ അത് വായിച്ചു. അവരും എന്റോടൊപ്പം റിസൈറ്റ് ചെയ്തു. അങ്ങനെ ഞാനും ആ കുഞ്ഞുങ്ങളുമായിട്ട് ആൾക്കാരുടെ മുമ്പിൽ പോയി ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും പിന്നെ ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഭൗതിക അനുഗ്രഹങ്ങൾ ചോദിക്കുന്നതോടൊപ്പം തന്നെ ആത്മീയമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾ ചോദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് 51 സങ്കീർത്തനം ഈശോയുടെ തിരുസന്നിധിയിൽ പോയി ആൾത്താരുടെ പോയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. തിരിച്ച് ഞാൻ നിത്യാരാധനയിൽ പോയി. നിത്യാരാധനയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ വണ്ടി എടുത്ത് പോയപ്പോഴത്തേക്ക് എനിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും എനിക്കൊരു ചിന്ത വന്നു. എന്തുകൊണ്ട് നീ എന്താ സെമിത്തേരി പോയി 10 നന്മ നിറഞ്ഞ പറയാൻ ചൊല്ലാത്തെന്നുള്ളൊരു ചിന്ത. ഞാൻ പക്ഷെ അത് നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞു. വീട്ടിൽ പോവാം, നല്ല വിശപ്പുണ്ടായിരുന്നു, രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പം പോയി. പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഞാൻ പിന്നെയും പോയിക്കൊണ്ടിരിക്കുക, പക്ഷെ പറ്റുന്നില്ല. പക്ഷെ ലാസ്റ്റ് അമ്മ എന്നെ തിരിച്ചു വിളിപ്പിച്ചു. ഞാൻ തിരിച്ച് ഞങ്ങളുടെ കത്തീഡ്രലിൽ പോയിട്ട് സെമിത്തേരി പോയിട്ട് ഞാൻ തണലുണ്ടായിരുന്നു ഡ്രസ് വർക്ക് ചെയ്തതിന്റെ അടിയിൽ. പക്ഷെ അവിടെ നിന്നില്ല, മറിച്ച് നല്ല വെയിലുണ്ടായിരുന്നു. ആ വെയിലത്ത് പോയിട്ട് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി 10 നന്മ നിറഞ്ഞ മറിയം ചൊല്ലി കാഴ്ചവെച്ചു. അങ്ങനെ ആ ഒരു അനുഭവം, അങ്ങനെ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം. അപ്പം എബൈഡ് റിട്രീറ്റിന് പോയപ്പം അമ്മ എനിക്കൊരു 3 ചിന്തകൾ തന്നിട്ടുണ്ടായിരുന്നെ. അമ്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ദിവസം. അതായത് ഒരിക്കലും ഞാൻ ഒരു പാപിയാ, ഒരു ഹേൽമി പോലും ചൊല്ലാത്തവനായിരുന്നു ഞാൻ. ആ അമ്മ എന്നെപ്പോലെ ഒരു പാപിക്ക് അമ്മ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ദിവസം അമ്മ എനിക്ക് തന്ന ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് 3 കാര്യങ്ങളാ. ഒന്ന്, അമ്മ വഴി ഒത്തിരി പേർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി. അവര് ഓട്ടോമാറ്റിക്കലി അവരുടെ നാവ് കൊണ്ട് തന്നെ വേറെ പല കാര്യങ്ങളും സംസാരിക്കാനൊക്കെ തുടങ്ങി ആ ഒരു ദിവസം. അപ്പം എനിക്ക് 3 കാര്യങ്ങളാ. അപ്പൊ നമ്മള് ആ ഒരു ടൈമിലെന്ന് പറയുന്നത് എല്ലാവരും ബോധം കെട്ട് വീഴുന്നു. എല്ലാവരും പല ആ ഒരു അനുഗ്രഹങ്ങളുടെ പുറകിൽ വീഴുന്നു. അമ്മ അവരെ കൊണ്ട് സംസാരിപ്പിക്കുക. ആ ഒരു സമയം എനിക്ക് 3 കാര്യങ്ങളാ കിട്ടിയെ. ഒന്നെന്ന് പറയുന്നത്, ഞാൻ തന്നെ പരിചയമില്ലാത്ത ഒരാള് ഒരു പേര് എന്റെ വായിന്ന് വരാൻ തുടങ്ങി. ജോസഫ് എന്ന് പറഞ്ഞ് വരാൻ തുടങ്ങി അന്ന്. ഞാനപ്പോ അത് സാക്ഷിയോട് ചെന്ന് പറഞ്ഞപ്പോഴത്തേന് ആ ജോസഫ് എന്ന് പറയുന്ന ആ ഒരു അപ്പച്ചൻ, മരിച്ചുപോയ അപ്പച്ചനായിരുന്നു. ആ അപ്പച്ചന്റെ മരണം ഒരു മകൾക്ക് താങ്ങാനാവതിലപ്പുറമായിരുന്നു. എന്നിട്ട് ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം ആ ഒരു ചേച്ചി വന്ന് പറഞ്ഞു, ജോസഫ് എന്ന് പറയുന്ന എന്റെ അപ്പച്ചനായിരുന്നു. അപ്പച്ചനെ എനിക്ക് നന്നായിട്ട് മരിച്ചുപോയി, പക്ഷെ അമ്മ എനിക്ക് ആ അപ്പച്ചനെ കാണിച്ചു തന്നു. അപ്പൊ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ കാര്യം അമ്മ എനിക്ക് തന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വൈദികരെ ഒരിക്കലും ബഹുമാനിക്കാതിരിക്കരുത്. അവരുടെ ഇടയിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് അവരെ വിധിക്കാൻ ഒരു അവകാശമില്ല. നമ്മൾ അവർക്ക് വിധിക്കാനായിട്ട്. അവരുടെ ഇഷ്ടംപോലെ ബലഹീനതകളുണ്ട്, കുറവുകളുണ്ടെങ്കിൽ പോലും അവരെ വിധിക്കാനായിട്ട് ഈശോയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ വിശുദ്ധി. ഈ 3 കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മ എനിക്ക് ആ ഒരു തന്നത്. പക്ഷെ ഈ ഒരു കാര്യങ്ങള് എന്റെ ജീവിതത്തെ ഒത്തിരിയേറെ മാറ്റിമറിച്ചു. അന്ന് തൊട്ട് എനിക്ക് ഞാൻ ചെയ്യുന്ന പ്രാർത്ഥനകള്, ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ ജപമാല ചൊല്ലാൻ നേരത്ത് ഈ അമ്മയെ അറിഞ്ഞതിന് ശേഷം ജപമാല ചൊല്ലുമ്പോൾ ഞാൻ ഒരു നിയോഗവും വെക്കാറില്ല. കാര്യം വളരെ മെറ്റിക്കുലസ് ആയിട്ട് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറയുന്നുണ്ട്, ജപമാല രഹസ്യങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്തു, മറിയം, ത്രിയേക ദൈവ രഹസ്യങ്ങൾ മാത്രമാ. ഇപ്പൊ ഉദാഹരണമായിട്ട് ആഗണി ഓഫ് അവർ ലോർഡ് ഇൻ ദ ഗാർഡൻ, ഈശോയുടെ ആ ഒരു രഹസ്യം മാത്രമേ നമ്മൾ ധ്യാനിക്കാവുള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ രഹസ്യങ്ങൾ കയറി വന്നാൽ ആ രഹസ്യം നമ്മുടെ രഹസ്യങ്ങളായി മാറും.
നിബിന്റെ രഹസ്യങ്ങളായി മാറും. നിബിന്റെ വേവലാതികള്, നിബിന്റെ ദുഃഖം, നിബിന്റെ ജോലി എല്ലാം അങ്ങനെയായി മാറും. പക്ഷെ അങ്ങനെയല്ല. ആഗണി ഓഫ് ലോർഡ് ഇൻ ദ ഗാർഡൻ നമുക്ക് ഏറ്റവും അവസാനം നമ്മൾ പറയുന്നുണ്ട് നമുക്ക് ധ്യാനിക്കാൻ എന്നാ പറയുന്നത്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ നോട്ട് ഡൂയിങ് ദാറ്റ്. ആരും അങ്ങനെ ചെയ്യാറില്ല. അവര് ജപമാല ചൊല്ലാൻ നേരത്ത് അവരുടെ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്ന. ഇത് ചെയ്തതിനു ശേഷം എൻ്റെ ഒരു അച്ഛൻ വഴി ഞാൻ ഈ പ്രസംഗം ചെയ്തു, ലീഫ്ലെറ്റ് കൊടുത്തപ്പം വഴി വേറൊരു അച്ഛൻ്റെ ഒരു അനുഗ്രഹത്താല് ഒരു റോസാമിസ്റ്റിക്ക മാതാവിന്റെ രൂപം, ഇറ്റലിയിലുള്ള റോസാമിസ്റ്റിക്ക മാതാവിന്റെ രൂപം പാപിയ എൻ്റെ വീട്ടിൽ അച്ഛൻ വഴി എനിക്ക് കൊണ്ടു തന്നു. ഞാനത് തൃശ്ശൂർ എന്ന സ്ഥലത്ത് പോയി മേടിച്ചു. അമ്മ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ ഉണ്ടായി. എനിക്ക് ആ ഒരു അമ്മേനെ എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഞാൻ പല എൻ്റെ ദേവാലയത്തിൽ ഞാൻ ഒരു അഖണ്ഡ ജപമാല സംഘടിപ്പിച്ചു. എൻ്റെ ഒത്തിരി വലിയൊരു ആഗ്രഹമായിരുന്നു ആ ഒരു അമ്മേനെ കൊണ്ട് എൻ്റെ ദേവാലയത്തിൽ പോയിട്ട് അഖണ്ഡ ജപമാല പ്രാർത്ഥിപ്പിക്കുക എന്നുള്ള. അങ്ങനെ എനിക്ക് അഖണ്ഡ ജപമാല ചെയ്യാൻ പറ്റി. പക്ഷേ ഞാനൊരു 200 നോട്ടീസ് ഞാൻ അടിച്ചു. 200 നോട്ടീസും വളരെ ഭയമില്ലാതെ ഞാൻ എല്ലാവർക്കും കൊടുത്തു. ഒരു ഞായറാഴ്ച കൊടുത്തു. അറിയിപ്പിൽ വിളിച്ചു പറഞ്ഞു. പക്ഷേ വന്നത് വെറും 25 പേര് മാത്രമാണ്. പക്ഷേ ഞാൻ അതിൽ ഡിസ്കറേജഡ് ആയിട്ടില്ലായിരുന്നു. അമ്മ എനിക്ക് ഒട്ടും സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് ഞാൻ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആയിട്ട് ഞാൻ കരയും. പക്ഷേ അമ്മ എനിക്ക് അതിനെയൊക്കെ നിയന്ത്രിക്കാനും അതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടതെന്നുള്ളൊരു അനുഗ്രഹം അമ്മ തന്നു. ഞാൻ ആ ഒരു ജപമാല കണ്ടക്ട് ചെയ്തു. അത് കണ്ടക്ട് ചെയ്തതിന് ശേഷം എൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ആലപ്പുഴ രൂപതയിലുള്ള വേറൊരച്ഛൻ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, "നിബിനെ, എൻ്റെ ദേവാലയത്തിൽ നീ വന്ന് അഖണ്ഡ ജപമാല സംഘടിപ്പിക്കണമെന്ന്" പറഞ്ഞു. അങ്ങനെ വരുന്നവരോടൊക്കെ ഞാൻ എന്ത് ചെയ്യും, പരിശുദ്ധ അമ്മയെ പറ്റി ഞാൻ പറയും. പരിശുദ്ധ അമ്മയെ പറ്റി പറഞ്ഞു, അമ്മയുടെ ജപമാലയെ പറ്റി പറഞ്ഞു, എന്താണ് ജപമാല ചൊല്ലിയാലുള്ള നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാനൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. അക്ഷയുടെ ടൈം ആയോ? ഓക്കെ, ഫൈൻ. ചെറിയൊരു 2-3 കാര്യങ്ങളൂടെ പറയാവേ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് നിർത്തുവാണ്. വേറൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധിയുടെ ഇതാകാം, കണ്ണിന്റെ വിശുദ്ധിയാകാം, ശരീരത്തിന്റെ വിശുദ്ധിയാകാം, കേൾവിയുടെ വിശുദ്ധിയാകാം, ചിന്തയുടെ വിശുദ്ധിയാകാം. നമ്മളൊക്കെ ആ ഒരു പർട്ടിക്കുലർ ആ ഒരു സ്റ്റേജിൽ എത്താൻ നേരത്ത് ഓട്ടോമാറ്റിക്കലി മാനുഷികമായിട്ടുള്ള ചിന്തയിൽ നമ്മൾ ചിന്തിക്കും, ദൈവമേ, ഞാൻ ഇത് എങ്ങനെ ഓവർകം ചെയ്യും? ഞാൻ അതിന് അടിമയായിരുന്നു. ഞാൻ ഡിപ്രഷൻ അടിമയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. എനിക്കൊരു ചെറിയ കാര്യം മതി ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആവാനായിട്ട്. പക്ഷേ അമ്മ എന്നെ ആ ഒരു സ്റ്റേജെ അമ്മ എൻ്റെ അടുത്തുനിന്ന് മാറ്റി. ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം പരിശുദ്ധ അമ്മ നമുക്ക് പോസിബിൾ ആക്കി തരും. അതായത് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ. അമ്മ നമ്മളോട് വലിയ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അമ്മ നമ്മളോട് പറയുന്നത് ജപമാല ചൊല്ലാനുള്ള കാര്യം മാത്രമേ അമ്മ നമ്മളോട് പറയുന്നുള്ളൂ. പക്ഷേ ആ ഒരു ജപമാല നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുള്ള കാര്യം എന്ന് പറയുന്നത്, ഇമ്പോസിബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് അമ്മ പോസിബിൾ ആക്കി തരികയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും, നിരാശ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇതിന്റെയൊക്കെ നടുവിൽ നമ്മൾ നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, വേർ വി വിൽ ബി ഫ്രീ ഫ്രം ഓൾ ദിസ്. നമ്മൾ ഈ കാര്യങ്ങളിൽ നിന്നും ഫ്രീ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നമ്മൾ നിൽക്കും. അപ്പം നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസിക സുഖം എന്ന് പറയുന്നുണ്ടല്ലോ, അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. ആ അനുഭവിച്ചറിയാനായിട്ട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഹെയിൽ മേരി ചൊല്ലണം. വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഹെയിൽ മേരി കൂടെ കൂടെ ചൊല്ലിയാനുള്ള കാര്യം എന്ന് പറയുന്നത്, യു വിൽ ബി ഗെറ്റിംഗ് ബ്ലോക്ക്ഡ് ഫ്രം എന്താണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിൽ നിന്നും പരിശുദ്ധ അമ്മ നമ്മുടെ നാക്കിനെ നിയന്ത്രിക്കും, ബ്ലോക്ക് ചെയ്യും. അത് 6 മാസമായിട്ട് ഞാൻ വളരെ കോൺഫിഡൻസ് ആയിട്ട് പറയുവാണ്, അമ്മ നമ്മളതിനെ സഹായിക്കും. കാര്യം എനിക്കത് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാ. അതായത് നാവിന്റെ വിശുദ്ധീകരണം. കാര്യം നമ്മൾ എപ്പോഴും ആരുടെ നാമോ നമ്മൾ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന, ഹെയിൽ മേരി, ഹെയിൽ മേരി, ഹെയിൽ മേരി, ഹെയിൽ മേരി എന്നുള്ള നാമം നമ്മൾ ഉച്ചരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് യു വിൽ ബി ഗെറ്റിംഗ് ബ്ലോക്ക്ഡ്. നമ്മൾ എന്ത് ചെയ്യും? പരിശുദ്ധ അമ്മ വഴി ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യും. അതിനുള്ള സാഹചര്യങ്ങൾ അമ്മ ബ്ലോക്ക് ചെയ്യും. അതിനുള്ള ആ ഒരു സാഹചര്യവും അതിനുള്ള ഒരു സിറ്റുവേഷനും എല്ലാം അമ്മ ബ്ലോക്ക് ചെയ്ത് നമ്മളെ ഒരു വിശുദ്ധിയിൽ നിലനിർത്താനും, ചില പാപങ്ങളൊക്കെ നമുക്ക് എങ്ങനെ മറികടക്കും എന്നുള്ള ഒരു ചിന്ത ഇപ്പൊ എന്നെ പോലെയുള്ളവർക്കാണെങ്കിലും ഉണ്ട്. അയ്യോ, ഞാൻ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്തു, ഇത് എന്റെ ജീവിതകാലം മുഴുവൻ കാണുമോ എന്നുള്ളൊരു ചിന്തകളൊക്കെ നമ്മുടെ ഒരു പാപം നമ്മൾ കാണും. പക്ഷേ 100% ഷുവർ ഞാൻ എഴുതി തരാം,
അമ്മയുടെ നാമം നമ്മൾ ഉച്ചരിക്കുവാണെങ്കിൽ ഹേൽ മേരി എന്ന ഒരു പ്രാർത്ഥന നമ്മൾ ചൊല്ലുക. ഒരു ദിവസം കൊണ്ട് പോലും നമുക്ക് ഹേൽ മേരി എന്ന പ്രാർത്ഥന ചൊല്ലി തീർക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം കൊണ്ട് പോലും നമുക്ക് ഹേൽ മേരി എന്ന പ്രാർത്ഥന ചൊല്ലി തീർക്കാൻ പറ്റത്തില്ല. അത്രത്തോളം ധ്യാനാത്മകമായിട്ട് ചൊല്ലേണ്ട ഒരു ശക്തമായ പ്രാർത്ഥനയാണ് ഈ നന്മ നിറഞ്ഞ മറിയ എന്ന പ്രാർത്ഥന. ഓരോ നന്മ നിറഞ്ഞ പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോഴും നമ്മൾ ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും തിരുഹൃദയത്തിന്റെ അകത്താണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ നന്മ നിറഞ്ഞ മറിയവും നമുക്ക് സ്വർഗത്തിലേക്ക് കയറിപ്പോകാനുള്ള ഏണിപ്പടിയാണ് ഓരോ നന്മ നിറഞ്ഞ എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുവാണ്. ഫിലിപ്പി 4:19 എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. പരിശുദ്ധ അമ്മ കർത്താവിന്റെ മാലാഖ എന്ന പ്രാർത്ഥന നമ്മൾ പറയുന്നുണ്ട്, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു തീരുമാനം, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഇതാ, എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിബിന് ആവശ്യമുള്ളത് മാത്രം തന്നാൽ മതി. കാര്യം പരിശുദ്ധ അമ്മ അങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരിയേറെ ഡിമാൻഡ് ഒക്കെ വെക്കായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ഷി ഡിഡ് നത്തിങ്. അമ്മ ഒന്നും ചെയ്തിട്ടില്ല. അമ്മ പറഞ്ഞു, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. നമ്മള് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ കാര്യങ്ങളും ചെയ്യാൻ നേരത്ത് നമ്മുടെ പ്രയോറിറ്റീസ് ആയിട്ട് അത് മാറുക. അപ്പം ഈശോയുടെ പ്ലാനും ഈശോയുടെ പദ്ധതിക്കും അത് എതിരായി പോകും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശുദ്ധ അമ്മയുടെ പുണ്യങ്ങളാണ് പ്രാക്ടീസ് ചെയ്യേണ്ട. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പരിശുദ്ധ അമ്മയുടെ 12 പുണ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ മറന്നു ഏതാണ്. 12 അതിന്റെ ഒരു ഫോട്ടോ ഞാൻ ഷെയർ ചെയ്യാം. പരിശുദ്ധ അമ്മയുടെ 12 പുണ്യങ്ങളെ പറ്റി വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ ഏറ്റവും വലിയ ഒന്നാണ് ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മള് ഈശോയുടെ പദ്ധതിക്ക് വിധേയമായിട്ട് നമ്മൾ ജീവിക്കുക. അപ്പം ഈ ഒരു വചനം എന്നെ ജീവിതത്തിൽ ഒത്തിരിയേറെ അപ്പം ഒത്തിരിയേറെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് അല്ലെങ്കിൽ വേണ്ട, നല്ലതാണെങ്കിൽ മാത്രം എനിക്ക് തന്നാൽ മതി, അത് എത്ര വലിയൊരിതാണെങ്കിലും. അപ്പം എന്റെ ഫിലിപ്പി 4:19 എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിബിന് ആവശ്യമുള്ളത് മാത്രം തന്നാൽ മതി. അല്ലാത്തയൊക്കെ ഈ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു കോട്ടുണ്ട്, എനിക്ക് ആവശ്യമുള്ളത് മാത്രം തന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ദൈവമേ എന്നിൽ നിന്ന് നീ മാറ്റണമേ. കാര്യം ഈശോയ്ക്ക് ആവശ്യമുള്ളത് മാത്രം തരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഒറിജിനൽ സന്തോഷം കിട്ടുന്നത്. അങ്ങനെ അപ്പം ഒരു ലാസ്റ്റ് കാര്യം കൂടെ. അപ്പം നമുക്ക് അമ്മ നമുക്ക് ഓരോരോ തോട്ട് കൂടെ തരും, നല്ല നല്ല ചിന്തകൾ നമുക്ക് തരും. അപ്പൊ എന്റെ വാട്സാപ്പ് ബയോ ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചപ്പോ എനിക്ക് കിട്ടിയാണ്, സിന്നർ ലവ്ഡ് ബൈ ദ ലേഡി ഓഫ് നസ്രത്ത്. അല്ലേ, നമ്മളൊക്കെ പാപികളാണ്, ലവ്ഡ് ബൈ ദ ലേഡി ഓഫ് നസ്രത്ത് ആൻഡ് നസ്രായൻ. അല്ലെ, ഒരു നസ്രത്തിലെ ഒരു സ്ത്രീയും നസ്രത്തിലെ ഒരു മോനും. അല്ലെ, ലോകത്തെ ഇത്രയേറെ മാറ്റിമറിച്ച ഒരു മകനും ഒരു അമ്മയും ഈ ലോകത്തില്ല. ലോകത്തെ ഇത്രയേറെ മാറ്റിമറിച്ച ഒരു മകനും അമ്മയും ഈ ലോകത്തെ ഇല്ല.